Hello my dear students, welcome to Learner's World. In this video, I am going to talk about Covey the Negro Breaker by Frederick Douglass. Frederick Douglass was an African American social reformer, abolitionist, orator, writer and statesman. അപ്പോൾ ഫ്രെഡറിക് ഡഗ്ലസ് ഒരു സ്ലേവ് ആയിരുന്നു, അതുപോലെ ആഫ്രിക്കൻ അമേരിക്കൻ സോഷ്യൽ റിഫോമർ ആയിരുന്നു, അബോളിഷനിസ്റ്റ് ആയിരുന്നു, ഒറേറ്റർ ആയിരുന്നു, റൈറ്റർ ആയിരുന്നു, അതുപോലെ സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. Douglass wrote 3 autobiographies describing his experiences as a slave. അപ്പോൾ ഡഗ്ലസ് ഒരു സ്ലേവ് ആയ സമയത്തുണ്ടായിരുന്ന എക്സ്പീരിയൻസസ് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് 3 ഓട്ടോബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ട്. അതിൽ വരുന്നതാണ് നരേറ്റീവ് ഓഫ് ദ ലൈഫ് ഓഫ് ഫ്രെഡറിക് ഡഗ്ലസ് ആൻ അമേരിക്കൻ സ്ലേവ്, ഇറ്റ് പബ്ലിഷ് ഇൻ 1845. ദെൻ മൈ ബോണ്ടേജ് ആൻഡ് മൈ ഫ്രീഡം, ഇറ്റ് പബ്ലിഷ് ഇൻ 1855. ദെൻ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് ഫ്രെഡറിക് ഡഗ്ലസ്, ഇറ്റ് പബ്ലിഷ് ഇൻ 1892. മൈ ബോണ്ടേജ് ആൻഡ് ഫ്രീഡം ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്. ഈ ഒരു ഓട്ടോബയോഗ്രഫി മൈ ബോണ്ടേജ് ആൻഡ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കോവേ ദ നീഗ്രോ ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പ്രോസ്. ഇതിൽ ഈ ഒരു ഓട്ടോബയോഗ്രഫിയിലെ 15th ചാപ്റ്ററാണ് എന്നാണ് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഈ ഒരു പ്രോസ്. പാർട്ട് 1 ലൈഫ് ആസ് എ സ്ലൈവ് 20 ചാപ്റ്റേഴ്സ്, പാർട്ട് 2 ലൈഫ് ആസ് എ ഫ്രീ മാൻ 5 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പാർട്ട് 1 ഒരു സ്ലൈവ് ആയിരുന്ന ലൈഫാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതിൽ 20 ചാപ്റ്റേഴ്സ് ഉണ്ട്. പാർട്ട് 2 ഒരു ഫ്രീ മാൻ ആയിരുന്നപ്പോൾ ഉള്ള ലൈഫാണ്, 5 ചാപ്റ്റേഴ്സാണ് അതിലുള്ളത് എന്നാണ് പറയുന്നത്. ഇൻ ദിസ് എസ്സേ സേസ് വാട്ട് ഈസ് ഇറ്റ് ബീയിങ് എ സ്ലേവ് ഇൻ ദ 19th century US. ഈ ഒരു എസ്സേയിലൂടെ കോവേ ദ നീഗ്രോ ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എസ്സേയിലൂടെ ഫ്രെഡറിക് ഡഗ്ലസ് പറയുന്നത്, അതായത് 19th century US എന്തായിരുന്നു ഒരു സ്ലേവ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, എങ്ങനെയായിരുന്നു ഒരു സ്ലേവ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. And also says being a slave is not only a slave in physical sense. He says in a slave if psychological aspect he is deprived of power of words and thought. അതായത് ഒരു സ്ലൈവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിസിക്കൽ സെൻസിൽ മാത്രമല്ല, സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ലൈവ് ഒരു മാർജിനലൈസ്ഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് അവരുടെ പവർ ഓഫ് വേർഡ്സ് ആൻഡ് തോട്ട് ഇതിനൊക്കെ ഡിപ്രൈവ്ഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Douglas' narrative begins with few facts he knows about his birth and parentage. അപ്പോൾ ഡഗ്ലസിൻ്റെ ഈ ഒരു നരേറ്റീവ് ബിഗിൻ ചെയ്യുന്നത് കുറച്ച് ഫാക്ട്സുകൾ പറഞ്ഞുകൊണ്ടാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ബർത്തും പാരൻറ്റേജൊക്കെ പാരൻറ്റേജിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നരേറ്റീവ് ബിഗിൻ ചെയ്യുന്നത്. ഹിസ് ഫാദർ ഈസ് എ സ്ലേവ് ഓണർ ആൻഡ് ഹിസ് മദർ ഈസ് എ സ്ലേവ് നെയ്മഡ് ഹാരിറ്റ് ബെയ്ലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു സ്ലേവ് ഓണർ ആയിരുന്നു, അതുപോലെ മദർ ഒരു സ്ലേവ് ആയിരുന്നു, ഹാരിറ്റ് ബെയ്ലി എന്നായിരുന്നു പേര്. Throughout the autobiography, Douglas highlights the common practices of white slave owners, raping slave women both to satisfy their sexual hungers and to expand their slave population. അപ്പോൾ ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ ഉടനീളം പറയുന്നത്, അതായത് സ്ലൈവ് ഓണേഴ്സിൻ്റെ കോമൺ പ്രാക്ടീസസ് ആണ്, അവർ നടത്തുന്ന ക്രൂരതകളെ കുറിച്ചിട്ടാണ്. അതായത് അവരുടെ സെക്ഷുവൽ ഹങ്കേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലൈവ് വുമനെ റേപ്പ് ചെയ്യുകയും, അതുപോലെ അവർക്ക് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു, അതായത് സ്ലൈവ് പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടോബയോഗ്രഫിയുടെ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് സ്ലൈവ് ഓണേഴ്സ് ഈ ഒരു സ്ലൈവിനോട് ചെയ്യുന്ന ക്രൂരതകളെ കുറിച്ചിട്ടാണ്. Frederick Douglass says the morning of the 1st of January in 1834, with its chilling wind, found me with my little bundle of clothing on the end of a stick on journey to my new master, Mr. Edward Covey. അപ്പോൾ ഫ്രെഡറിക് ഡഗ്ലസ് ഈ ഒരു പ്രോസസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു ജാനുവരി 1 1834 ജാനുവരി 1 ഒരു മോർണിംഗിൽ, ഒരു നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മോർണിംഗിൽ, വിത്ത് മൈ ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്തിങ് ഓൺ ദ എൻഡ് ഓഫ് എ സ്റ്റിക്ക്. അതായത് ഒരു സ്റ്റിക്കിൻ്റെ തലയ്ക്ക് എന്താണ് ഒരു ബണ്ടിലുണ്ട്, നമ്മുടെ ഡഗ്ലസിൻ്റെ ഡ്രസ്സുകളൊക്കെ ഉള്ള ഒരു ബണ്ടിൽ ഷോൾഡറിൽ വെച്ചിട്ട് ഡഗ്ലസ് പുതിയ ഒരു മാസ്റ്ററുടെ അടുത്തേക്ക്, മിസ്റ്റർ എഡ്വാർഡ് കോവേ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു മാസ്റ്ററുടെ അടുത്തേക്ക് യാത്ര ചെയ്യാൻ
പുറപ്പെടുകയാണ്. ഓൾഡ് മാസ്റ്റർ ഈസ് തോമസ് ആയിരുന്നു ഓൾഡ് മാസ്റ്റർ. ഓൾഡ് മാസ്റ്റർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വന്നപ്പോൾ ഒരു സ്ലേവിനെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഫ്രെഡറിക് ഡഗ്ലസ് അവിടെ നിന്ന് പുതിയൊരു മാസ്റ്ററിനെ തേടിപ്പോകുന്നത്. മിസ്റ്റർ എഡ്വാർഡ് കോവയുടെ അടുത്തേക്കാണ് പോകുന്നത്. He says that I become a slave at the age of 6, taken from my grandmother's cabin to Baltimore. നമ്മൾ ഡഗ്ലസ് പറയാണ്, ഞാനൊരു സ്ലേവ് ആയത് അറ്റ് ദ ഏജ് ഓഫ് 6, 6 വയസ്സായ സമയത്താണ് ഞാൻ ഒരു സ്ലേവായി മാറിയത്. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തുനിന്ന് അവരെന്നെ ബാൾട്ടിമോറിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അറ്റ് ദ ഏജ് ഓഫ് 6. എഡ്വാർഡ് കോവേ ഈസ് നോൺ ഫോർ ഹിസ് ഫിയേഴ്സ് ആൻഡ് സാവേജ് ഡിസ്പോസിഷൻ. അതായത് എഡ്വാർഡ് കോവേ വളരെ ക്രൂരനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഡഗ്ലസിന് നല്ല പേടിയുണ്ട്, എഡ്വാർഡ് കോവയുടെ അടുത്തേക്ക് പോകാൻ നല്ല പേടിയുണ്ട് എന്നാണ് പറയുന്നത്. ഈ സൈസ് സ്റ്റാർവേഷൻ മെയ്ഡ് മീ ടു ഗോ ആൻഡ് ഫിയർ ലാഷസ്. അപ്പോൾ ഡഗ്ലസ് പറയുന്നുണ്ട്, ഞാൻ എഡ്വാർഡ് കോവയുടെ അടുത്തേക്ക് പോകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സ്റ്റാർവേഷനാണ്, അതായത് പട്ടിണിയാണ് ഞാൻ അങ്ങോട്ട് പോകാനുള്ള ഒരു റീസൺ എന്നാണ് പറയുന്നത്. He says that escape is not possible. He says I felt like fish in the net. ഡഗ്ലസ് പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് സാധ്യമല്ല. അതുപോലെ ഞാൻ എന്തുപോലെയാണ്, ഐ ഫെൽറ്റ് ലൈക്ക് ഫിഷ് ഇൻ ദ നെറ്റ്, അതായത് ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഫിഷ് പോലെയാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഈ സൈസ് ഹി വാസ് ട്രീറ്റഡ് ലൈക്ക് വൈൽഡ് ആനിമൽ. ഡഗ്ലസ് പറയാണ്, എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു വൈൽഡ് ആനിമലിനെ പോലെയാണ്. ഈ സൈസ് ചെസപ്പീക്ക് ബേ ഇസ് മൈ ന്യൂ മാസ്റ്റേഴ്സ് ഹോം. അങ്ങനെ ഡഗ്ലസ് ന്യൂ മാസ്റ്ററുടെ ഹോം എത്തിയിട്ടുണ്ട്. ചെസാപ്പീക്ക് എന്നാണ് അതിൻ്റെ പേര്. ഹിസ് ഡ്രസ് വാസ് ടോൺ ആൻഡ് ഹാഡ് നോട്ട് ബീൻ റീപ്ലേസ്ഡ്. ഹിസ് മാസ്റ്റർ തോമസ് വാസ് ഇൻ പോവർട്ടി. ഹി ക്യാൻ അഫോർഡ് എ സ്ലേവ്. തോമസ് വാസ് എ ലിറ്റിൽ കെയർഫുൾ ടു പ്രൊവൈഡ് അസ് അഗെയിൻസ്റ്റ് കോൾഡ് ആസ് അഗെയിൻസ്റ്റ് ഹങ്കർ. അപ്പോൾ നമ്മുടെ ഡഗ്ലസിൻ്റെ ഡ്രസ്സൊക്കെ വളരെ ടോൺ ആയിട്ടുണ്ട്, അതായത് കീറി പറഞ്ഞ് വൃത്തികേടായിട്ടുണ്ട്. പക്ഷെ അത് റീപ്ലേസ് ചെയ്യാൻ ഡഗ്ലസിൻ്റെ കയ്യിൽ വേറെ ഒന്നില്ല എന്നാണ് പറയുന്നത്. തോമസ്, നമ്മുടെ ഡഗ്ലസിൻ്റെ ആദ്യത്തെ മാസ്റ്റർ തോമസ് കുറച്ച് ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉള്ളത് കൊണ്ട് ഒരു സ്ലേവിനെ അഫോർഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മളുടെ ഡഗ്ലസ് പുതിയ മാസ്റ്ററുടെ അടുത്തേക്ക് പോകുന്നത്. അതുപോലെ നല്ല തണുപ്പും നല്ല വിശപ്പൊക്കെ ഉണ്ട്. പക്ഷേ തോമസ് എന്താണ്, ആ ഒരു കാര്യത്തിലൊന്നും തീരെ കെയർഫുൾ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ദർ ആർ 6 members in എഡ്വാർഡ് കോവേസ് ഫാമിലി. അങ്ങനെ എഡ്വാർഡ് കോവയുടെ ഫാമിലിയിൽ 6 members ഉണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് കോവേ. മിസ്സിസ് കോവയുടെ പേര് സൂസൻ എന്നാണ് കേട്ടോ. മിസ് കെമ്പ്, എ ബ്രോക്കൺ ബ്ലാക്ക് വുമൻ, സിസ്റ്റർ ഓഫ് മിസ്സിസ് കോവേ. മിസ് കെമ്പ് മിസ്സിസ് കോവയുടെ സിസ്റ്ററാണ്. എ ബ്രോക്കൺ ബ്ലാക്ക് വുമൺ എന്ന് പറയുന്നുണ്ട്. ബ്രോക്കൺ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു സ്ലൈവ് ഓണർ ഒരുപാട് ക്രൂരതകൾ ഒക്കെ ചെയ്ത് ഇവരെല്ലാവരും ബ്രോക്കണായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ബ്രോക്കൺ ബ്ലാക്ക് വുമൺ എന്ന് പറയുന്നത്. ദെൻ വില്യം ഹ്യൂസ്, കസിൻ ഓഫ് കോവേ. ദെൻ കരോലിൻ ദ കുക്ക്. ബിൽ സ്മിത്ത്, എ ഹയർഡ് മാൻ. അപ്പോൾ ഇത്രയും മെമ്പേഴ്സാണ് കോവയുടെ ഫാമിലി, എഡ്വാർഡ് കോവയുടെ ഫാമിലിയിലുള്ളത്. ബിൽ സ്മിത്ത്, ബിൽ ഹ്യൂസ് ആൻഡ് ഡഗ്ലസ് were the working force of the farm which consisted of 300 or 400 acres. അപ്പോൾ ബിൽ സ്മിത്തും ബിൽ ഹ്യൂസും ഡഗ്ലസും കൂടെയാണ് ആ ഒരു ഫാമിൽ വർക്ക് ചെയ്യുന്നത്, ഫാം നോക്കുന്നത്. ഏകദേശം 300 or 400 acres ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവർക്ക് എത്രത്തോളം ജോലി ഉണ്ട് എന്നുള്ളത്. ഈ സേസ് ഹി ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു സിവിയർ ബീറ്റിംഗ് ഫ്രം ഡേ 3 ഇൻസിഡൻറ്റ്. അതിന് നമ്മൾ ഡഗ്ലസിന് 3-ാമത്തെ ദിവസം തൊട്ട് 3-ാമത്തെ ദിവസം തൊട്ട് ഡഗ്ലസിന് സിവിയർ ബീറ്റിംഗ്, നല്ല ക്രൂരമായിട്ടുള്ള അടി കിട്ടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതിനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കോവേ വാസ് ഓർഡേർഡ് അറ്റ് ഡേ ബ്രേക്ക് ടു ഗെറ്റ് എ ലോഡ് ഓഫ് വുഡ് ഫ്രം എ ഫോറസ്റ്റ് അബൌട്ട് 2 miles ഫ്രം ദ ഹൗസ് യൂസിങ് 2 unbroken oxen. അതായത് ഒരിക്കലും കോവേ നമ്മളുടെ ഡഗ്ലസിനോട് പറയുന്നുണ്ട്, ആ ഡേ ബ്രേക്ക്, നേരം വെളുത്ത സമയത്ത് പറയുന്നുണ്ട്, നീ കാട്ടിൽ പോയിട്ട് ഒരു ലോഡ് വുഡ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. 2 miles ഫ്രം ഹൗസ്, വീട്ടിൽ നിന്ന് 2 miles അകലെയാണ് ഈ ഒരു ഫോറസ്റ്റ് ഉള്ളത്. യൂസിങ് 2 unbroken oxen.
നമ്മളെ ഡഗ്ലസിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഓക്സിനെ, 2 അൺബ്രോക്കൺ ഓക്സിൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെയുള്ള എല്ലാവരും എന്താണ്? അൺബ്രോക്കൺ ആണ്. അതായത് ഈ ഓണർമാരുടെ, സ്ലേവ് ഓണേഴ്സിൻ്റെ ക്രൂരതകൾ കൊണ്ട് അവരെല്ലാവരും ബ്രോക്കൺ ആണ്. പക്ഷേ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു ഓക്സൺ എന്ന് പറയുന്നത് അൺബ്രോക്കൺ ആണ്. അപ്പം മൃഗങ്ങളെക്കാൾ ക്രൂരത മനുഷ്യന്മാരോട്, ഈ സ്ലേവുകളോട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ 2 ഓക്സിനും കൂടെ കൊടുക്കുന്നുണ്ട്, അൺബ്രോക്കൺ ഓക്സിനെ. ഈ ഹാസ് നോ പ്രീവിയസ് നോളജ് ഓഫ് മാസ്റ്ററിങ് ദം. അപ്പോൾ നമ്മുടെ ഡഗ്ലസിന് എന്താ അറിയില്ല, അതായത് ഈ ഓക്സിൻ എങ്ങനെ മെരിക്കണം, ഓക്സിനെ വെച്ചിട്ട് എങ്ങനെ വിറക് ശേഖരിക്കണം എന്നുള്ള ഒരു പ്രീവിയസ് നോളജ് ആർക്കുണ്ടായിരുന്നില്ല? ഡഗ്ലസിന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. Bring wood by afternoon. I therefore hurried toward home, but on reaching the lane gate, I met with the crowning disaster for the day. അങ്ങനെ നമ്മൾ ഡഗ്ലസ് ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ വിറകൊക്കെ ശേഖരിച്ച് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് വളരെ ധൃതി പിടിച്ച് വരുന്ന സമയത്ത് വീടിൻ്റെ ഗേറ്റിൻ്റെ ആ ഒരു ലൈനിലെത്തിയ സമയത്ത് നമ്മുടെ ഡഗ്ലസിന് മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി. ഒരു ആഫ്റ്റർനൂണാണ് കേട്ടോ എത്തിയത്, വളരെ ലേറ്റായിട്ടാണ് എത്തുന്നത്. അപ്പം തന്നെ നമ്മുടെ ഡഗ്ലസിന് മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി, ഒരു ഡിസാസ്റ്റർ നടക്കാൻ പോവുകയാണെന്നുള്ളതൊക്കെ. മിസ്റ്റർ എഡ്വാർഡ് കോവേ ഈസ് ആംഗ്രി ബിക്കോസ് ഹി വാസ് സോ ലേറ്റ്. അപ്പോൾ അവിടെ ആരുണ്ടായിരുന്നു? എഡ്വാർഡ് കോവേ ഉണ്ടായിരുന്നു. അപ്പോൾ എഡ്വാർഡ് കോവേ ഭയങ്കര ദേഷ്യത്തിലാണ്, കാരണം ഡഗ്ലസ് വളരെയധികം ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഹി നരേറ്റ് ദ റീസൺ ഫോർ ലേറ്റ് ബട്ട് ഹി ഡിഡിൻ മൈൻഡ്. അങ്ങനെ ഡഗ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡഗ്ലസ് ലേറ്റ് ആവാനുള്ള റീസണൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ കോവയുടെ അടുത്ത് അതൊന്നും നടക്കുന്നില്ല, അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കോവെ. എഡ്വേർഡ് കോവെ സേസ് ഗോ ബാക്ക് ടു ദ വുഡ്സ് അഗെയിൻ ആൻഡ് എഡ്വേർഡ് കോവെ ഫോളോസ് ഹിം. അങ്ങനെ എഡ്വേർഡ് കോവെ പറഞ്ഞു ഗോ ബാക്ക് ടു ദ വുഡ്സ് അഗെയിൻ, അതായത് വീണ്ടും ഫോറസ്റ്റിലേക്ക് തന്നെ പോകാൻ പറഞ്ഞു, വുഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഡ്വേർഡ് കോവയും കൂടി ഡഗ്ലസിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. റിട്ടേൺ ടു ദ വുഡ്സ് എഡ്വേർഡ് കോവെ സേസ് റിമൂവ് ദ ക്ലോത്ത്സ്, ഹി വാസ് ഷോക്ക്ഡ്. അങ്ങനെ ഫോറസ്റ്റിലെത്തിയ സമയത്ത് നമ്മുടെ എഡ്വേർഡ് കോവെ പറഞ്ഞു നമ്മുടെ ഡഗ്ലസിനോട് റിമൂവ്ഡ് ദ ക്ലോത്ത്സ്, ഡ്രസ്സൊക്കെ ഊരാൻ പറഞ്ഞു. ഹി വാസ് ഷോക്ക്ഡ്. ഹിയർ ഡഗ്ലസ് സ്റ്റേൺലി റെഫ്യൂസ് ടു ടേക്ക് ഓഫ് മൈ ക്ലോത്തിങ്. ഈ സമയത്ത് ഡഗ്ലസ് സ്റ്റേണായിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് അയക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇഫ് യു വിൽ ബി ബീറ്റ് മീ യു ഷാൾ ഡു ഓവർ മൈ ക്ലോത്ത്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അടിക്കാം, പക്ഷേ എൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ അടിച്ചാൽ മതി, ഞാൻ ഡ്രസ്സ് അയക്കില്ല എന്ന് സ്റ്റേണായിട്ട് ഡഗ്ലസ് പറയുന്നുണ്ട്. എഡ്വേർഡ് കോവെ സ്റ്റാർട്ടഡ് ബീറ്റിംഗ് ഹിം. അങ്ങനെ എഡ്വേർഡ് കോവെ നമ്മുടെ ഡഗ്ലസിനെ ഒരുപാട് ബീറ്റ് ചെയ്തു ക്രൂരമായിട്ട്. He stayed with Covey for 1 year, during which first 6 months he was beaten with sticks or cowskins every day. അങ്ങനെ നമ്മളുടെ കോവയുടെ കൂടെ ഡഗ്ലസ് ഒരു 1 year താമസിച്ചു, ഒപ്പം നിന്നു എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് 6 months ഈ ഒരു കോവെ നമ്മൾ ഡഗ്ലസിനെ ഒരുപാട് ക്രൂരമായിട്ടും ബീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൗസ്കിൻ ഉപയോഗിച്ചിട്ടോ എവറി ഡേ ബീറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഡഗ്ലസ് ഡിസ്ക്രൈബ്ഡ് അബൌട്ട് കോവെ. അങ്ങനെ ഇനി പറയുന്നത് ഡഗ്ലസ് കോവയെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. കോവെ വാസ് നോട്ട് എ ലാർജ് മാൻ, ഹി വാസ് ഓൺലി അബൌട്ട് 5 feet 10 inches ഇൻ ഹൈറ്റ്. കോവ എന്ന് പറയുന്നത് ഒരു വലിയൊരു മനുഷ്യനൊന്നുമല്ല, അയാൾ വെറും 5 feet 10 inches ഹൈറ്റ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ഹി വാസ് ഷോർട്ട് നെക്ക്ഡ്, റൗണ്ട് ഷോൾഡേഴ്സ് വിത്ത് എ പെയർ ഓഫ് സ്മോൾ ഗ്രീനിഷ് ഗ്രേ ഐസ്. അയാൾ ഷോർട്ട് നെക്ക്ഡ് ആണ്, അതുപോലെ റൗണ്ട് ഷോൾഡേഴ്സ് ഉണ്ട്, പെയർ ഓഫ് സ്മോൾ ഗ്രീനിഷ് ഗ്രേ ഐസാണ് നമ്മളെ കോവയ്ക്കുള്ളത് എന്ന് ഡഗ്ലസ് പറയണം. Bill Smith and Douglas calls him the snake. In his eyes and his gait we could be see a snakish resemblance. അങ്ങനെ ബിൽ സ്മിത്തും ഡഗ്ലസും ചില സമയത്ത് കോവയെ തമാശ രൂപത്തിൽ കളിയാക്കിക്കൊണ്ട് ഒരു സ്നേക്ക് എന്ന് വിളിക്കാറുണ്ട്. അതായത് ഈ ഒരു കോവയുടെ കണ്ണുകളൊക്കെ ഒരു ഗ്രീനിഷ് ഗ്രേ കളറാണ്, അതുകൊണ്ട് തന്നെ ഒരു സ്നേക്കിഷ് റിസംബ്ലൻസ് കോവയിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ സ്നേക്ക് എന്ന് വിളിക്കുന്നത്. When he spoke, it was from the corner of his mouth, like a sort of light grow like a dog. അതുപോലെ കോവെ സംസാരിക്കുന്ന സമയത്ത് അയാളൊരു ഡോഗ് കുരയ്ക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് എന്നാണ് ഡഗ്ലസ് പറയുന്നത്. സംടൈംസ് ഹി ഈസ് മേക്കിംഗ് റിയലി ഫൺ ഓഫ് ഹിം.
ചില സമയത്ത് അയാൾ തമാശയൊക്കെ കാണിക്കാറുണ്ട്. വെൻ ഹി പാസ്ഡ് ഹി വുഡ് വർക്ക് ഹിംസെൽഫ് ആസ് എ വെരി ടർക്ക്, മേക്കിംഗ് എവറിത്തിങ് ഫ്ലൈ ബിഫോർ ഹിം. അയാൾക്ക് നല്ല മൂഡ് തോന്നുന്ന സമയത്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്യും, നല്ല ജോലികളൊക്കെ ചെയ്യാറുണ്ട് കോവെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ലൈവിനെ കൊണ്ടും നല്ല പണിയെടുപ്പിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇയാൾ കുതിരപ്പുറത്തൊക്കെ കയറിപ്പോകും. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ കുറ്റിക്കാടിലൊക്കെ നിന്നിട്ട് ഈ സ്ലൈവ്സ് പണിയെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഏക്കിംഗ് ബോൺസ് ആൻഡ് എ സോർ ബാക്ക് വേർ മൈ കോൺസ്റ്റൻറ്റ് കമ്പാനിയൻസ്. ഏക്കിംഗ് ബോൺസ് അതായത് വേദനിക്കുന്ന എൻ്റെ എല്ലുകളും അതുപോലെ അതായത് മുറിവുകൾ കൊണ്ട് നീറുന്ന എൻ്റെ ബാക്കും ഒക്കെയാണ് എൻ്റെ കമ്പാനിയനായിട്ടുള്ളത്. അതായത് ഒരുപാട് ക്രൂരമായിട്ടുള്ള ബീച്ചിങ് മൂലം ശരീരമൊക്കെ ആകെ മുറിവ് പറ്റി വേദനിക്കുന്ന ഒരു കമ്പാനിയൻ മാത്രമാണ്, ഏക്കിംഗ് ബോൺസ് ആൻഡ് സോർ ബാക്ക് മാത്രമാണ് എനിക്കുള്ളത് എന്നാണ് പറയുന്നത്. ഹി വർക്ക്ഡ് വൺ സ്റ്റഡ്ലി അപ് ടു ദ പോയിന്റ് ഓഫ് മൈ പവർ ഓഫ് എൻഡ്യൂറൻസ്. അതായത് എല്ലാ സമയവും ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ എൻഡ്യൂറൻസിൻ്റെ പോയിൻ്റ് ഓഫ് മൈ പവേഴ്സ് ഓഫ് എൻഡ്യൂറൻസ് അതുവരെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഫ്രം ദ ഡൗൺ ഓഫ് ഡേ ഇൻ ദ മോർണിംഗ് ടിൽ ദ ഡാർക്ക്നെസ് വാസ് കംപ്ലീറ്റ് ഇൻ ദ ഈവനിങ് വാസ് കെപ്റ്റ് അറ്റ് ഹാർഡ് വർക്ക് ഇൻ ദ ഫീൽഡ് ഓർ ദ വുഡ്സ്. അതായത് നേരം വെളുത്തത് മുതൽ ഡാർക്ക്നെസ് ഈവനിങ് ആവുന്നത് വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നെങ്കിൽ ഫീൽഡിലോ അല്ലെങ്കിൽ വുഡ്സിലോ ഒക്കെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അറ്റ് certain സീസൺസ് ഓഫ് ദ ഇയർ വി വർ ഓൾ കെപ്റ്റ് ഇൻ ദ ഫീൽഡ് ടിൽ 11 and 12 o'clock at night. ചില സീസണുകളിൽ വർഷങ്ങളിൽ വരുന്ന ചില സീസണുകളിൽ ഫീൽഡിൽ 11 and 12 o'clock നൈറ്റിൽ 11 to 12 o'clock ഒക്കെ വരെ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. I was made to drink the bitterest drugs of slavery. That time was during the first 6 months of my stay with Mr. Covey. അതായത് എൻ്റെ കോവയുമൊത്തുള്ള എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് 6 months ഞാൻ ഒരുപാട് സ്ലേവറിയുടെ ബിറ്ററസ്റ്റ് ഡ്രഗ്സ് ഞാൻ കുടിച്ചിട്ടുണ്ട്. അത്രയും കഷ്ടപ്പാടുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വി വർക്ക്ഡ് ഓൾ വെതേഴ്സ്. ഏത് കാലാവസ്ഥയിലും ഞങ്ങൾ എന്താണ് ജോലി ചെയ്യണം. The young woman Caroline was virtually compelled by Mr. Covey to abandon herself to the object for which I had purchased her, and the result was the birth of twins at the end of the year. അതായത് ഒരിക്കൽ നമ്മളുടെ കരോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യങ് വുമണ് അതുപോലെ ബിൽ സ്മിത്തിനും കൂടെ എന്ത് ചെയ്തു, ഒരു റൂമിൽ ലോക്ക് ചെയ്ത് ഇട്ടു എന്നാണ് പറയുന്നത്. At this addition to his human stock, both Edward Covey and his wife Susan were ecstatic with joy. No one reproaching the woman or of finding fault with the hired man Bill Smith, the father of the children, for Mr. Covey himself had locked the two up together every night, thus inviting the result. അങ്ങനെ അതായത് കോവെ എന്ത് ചെയ്തു, അതായത് ഈ കരോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീനെയും ബിൽ സ്മിത്തിനെയും ഒരിക്കലും ഒരു റൂമിൽ ലോക്ക് ചെയ്തിട്ടു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പ്രഗ്നൻ്റ് ആവുകയും അതായത് ഒരു ട്വിൻസിന് ജന്മം നൽകുകയും ചെയ്തു. ഇത് കണ്ടിട്ട് നമ്മുടെ എഡ്വാർഡ് കോവയും കോവയുടെ വൈഫ് സൂസനും വളരെയധികം സന്തോഷത്തിലായി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെ ഡഗ്ലസിന് ഭയങ്കര ഷോക്ക്ഡായി പോയി ഇത്. അതായത് ഇവർ തമ്മിൽ മാരീഡ് അല്ലാതെ എങ്ങനെ ട്വിൻസ് ഉണ്ടായി എന്നുള്ളതിൽ ഡഗ്ലസിന് ഭയങ്കര ഷോക്കായിപ്പോയി എന്നാണ് പറയുന്നത്. ദെൻ തീംസ് the ignorance of slaves, the treatment of slaves as property, religion used as justification, the abuse of female slaves. Okay, thank you.